ചൊവ്വാഴ്ചയാണ് ചൈനയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പായ CCTV 2 ജാപ്പനീസ് ആനിമേഷൻ സിനിമകളുടെ ചൈനയിലെ റിലീസ് താൽക്കാലികമായി മാറ്റിവെച്ചതായി അറിയിച്ചത്. ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകൈച്ചിയുടെ ചൈന വിരുദ്ധ പരാമർശം ഈ സിനിമകളിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ ഉൾപ്പെടെ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സിനിമകൾ റിലീസ് ചെയ്താൽ വിപണിയിൽ പരാജയപ്പെട്ടേക്കാം എന്ന നിഗമനത്തിലാണ് സിനിമകളുടെ റിലീസ് ചൈനയിൽ മാത്രം താൽക്കാലികമായി മാറ്റിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടായാൽ അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവരുടെ ബിസിനസിനെ തകർക്കുന്ന ചൈനയുടെ രീതിയുടെ ഭാഗമാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ചൈനയുടെ ഈ നിലപാടിന്റെ ഭാഗമായിരിക്കാം സിനിമകളുടെ റിലീസ് തടഞ്ഞത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തായ്വാന്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായും സിനിമകളുടെ റിലീസ് തടഞ്ഞ ഈ നിലപാടിനെ വിലയിരുത്തുന്നവരുണ്ട്. സിനിമയുടെ റിലീസ് തടഞ്ഞതിന് പുറമെ ജപ്പാനിലേക്കുള്ള തങ്ങളുടെ പൗരന്മാരുടെ യാത്രയ്ക്കും ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയിലുള്ള തങ്ങളുടെ പൗരന്മാർ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജപ്പാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരക്കേറിയ സ്ഥലങ്ങളിൽ വെച്ച് ചൈനീസ് പൗരന്മാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നാണ് ജപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആഴ്ച നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങുമായി ജപ്പാൻ പ്രധാനമന്ത്രി തകൈച്ചി കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. തായ്വാന്റെ പേരിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സ്വയംഭരണ പ്രദേശമായ തായ്വാനെ ചൈന തങ്ങളുടെ ഭാഗമായാണ് എപ്പോഴും കണ്ടിരുന്നത്.